ഇസ്രായേലിൽ നിന്ന് ശ്രീ ജോസ് നമ്മളോട് കൂടി ചേരുകയാണ്. അദ്ദേഹം അവിടെ താമസിക്കുന്ന ആൾ കൂടിയാണ്. ശ്രീ ജോസ്, കേൾക്കാമോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? ഇവിടെ സാധാരണ പോലെ തന്നെ പോകണം. യാതൊരു ബുദ്ധിമുട്ടും ഇവിടുത്തെ മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ ഉണ്ടാവുന്നില്ല. ആർക്കും തന്നെ ഉണ്ടാവുന്നില്ല. കാരണം ഇന്നലെ ജസ്റ്റ് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ഈ ഒരു മിസൈൽ ആക്രമണം വന്ന സമയത്ത് ഗവൺമെന്റ് ആളുകളോട് ബങ്കർ സൗണ്ട് ഷോ നടന്നൊരു ഫീലേ പ്രതീതിയുള്ളൂ. ജനജീവിതം സാധാരണ പോലെ തന്നെ പോകുന്നുണ്ട് ഇവിടെ. പേടിക്കേണ്ടതായിട്ടൊരു സാഹചര്യം ഇല്ല ഇവിടെ ആക്ച്വലി പറഞ്ഞത്. അങ്ങനെ ഒരു ആശങ്കയുടേതായ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. നമുക്ക് തന്നെ അറിയാലോ, ഇത്രയോ മിസൈൽസ് വന്നെങ്കിലും മരണസംഖ്യ വളരെ നിസ്സാരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നാശനഷ്ടങ്ങൾ തീരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള സാഹചര്യം മലയാളികൾക്ക് ഇവിടെ ഉള്ളത്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ടില്ല. പല അത് കേൾക്കുന്നത് നമുക്ക് വലിയ ആശ്വാസകരം തന്നെയാണ്. നിങ്ങളെ പോലുള്ളവർ അവർ സുരക്ഷിതരാണെന്ന് കേൾക്കുമ്പോൾ വലിയ ആശ്വാസമുണ്ട്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഏത് സമയത്താണ്? ഇന്നലെ വൈകുന്നേരമാണ് ഉണ്ടായത്. ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും മെസ്സേജ് ഉണ്ടായിരുന്നു, സേഫ് ആയിട്ട് ഷെൽട്ടറിൽ ഇരിക്കണം. അതേപോലെ എല്ലാ മൊബൈലിലും ഒരു അലേർട്ട് വന്നു. അപ്പം എല്ലാവരും ആ സമയത്ത് ബങ്കറിൽ പോയിരിക്കുകയും അതിനുശേഷം അവര് തിരിച്ച് അവരുടെ മെസ്സേജ് വന്നു, ഇനി പുറത്തിറങ്ങാം, സുരക്ഷിതമാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. മിസൈൽ വരുന്ന ഈ രാത്രി ആയതുകൊണ്ട് ആകാശത്ത് ഒരുപാട് മിസൈൽസ് ഇങ്ങനെ ഒരുമിച്ച് വന്നപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോന്റെ ഒരു ഫീലാണ് ഉണ്ടായത്. വേറെ എങ്ങും അതിനുശേഷം ഒരു നാശനഷ്ടങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ജാഗ്രതാ മുന്നറിയിപ്പുകളോ വല്ലതും ഉണ്ടോ അവിടെ? ജാഗ്രതാ മുന്നറിയിപ്പ് ഈയിടെ ഈ ദിവസങ്ങളിൽ പല ഭാഗത്തും താമസിക്കുന്ന ആളുകൾക്ക് അതാത് സമയത്ത് കിട്ടുന്നുണ്ട്. എപ്പോഴാണ് ഷട്ടറിൽ, എപ്പോഴാണ് അറ്റാക്ക് വരുന്നത് എന്നുള്ള വിവരം ഗവൺമെന്റ് നേരത്തെ അറിയിക്കും. ഇന്ത്യൻ എംബസി വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെയുള്ള ഇന്ത്യൻസിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം എംബസി നിങ്ങളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കാനാണ് ഇന്ത്യൻ എംബസി പറഞ്ഞിട്ടുള്ളൂ. സുരക്ഷിതരായിരിക്കുക. വേറെ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. താങ്കൾ അവിടെ എവിടെയാണ്? ടെലവീവിലാണോ ജോലി ചെയ്യുന്നത്? ഞാനിപ്പോൾ ഫിലിമിലാണ്. കേട്ടില്ല, എന്തോ മുറിഞ്ഞു പോയി ശബ്ദം. ടെലവീവ് അടുത്താണ് എന്റെ ഓഫീസ് ഉള്ളത്. നാട്ടിലെവിടെയാണ്? കേരളത്തിലെവിടെയാണ്? നാട്ടിൽ എറണാകുളം. എറണാകുളത്താണല്ലേ. ഇപ്പോൾ നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കുറേ ദിവസങ്ങളായി ഈ മേഖല കുറച്ച് കലുഷിതമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കങ്ങൾ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും എല്ലാവരും കറക്റ്റ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടൈം ടു ടൈം ആയിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പിന്നെ ആദ്യം നമുക്ക് തന്നെ കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങിയ വാറാണ്. ഈ ഒക്ടോബർ 7 1 വർഷമാവും. ഇതുവരെ ആരും ഇവിടുന്ന് ജോലി നിർത്തി കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ മടങ്ങിപ്പോയിട്ടില്ല. ഇവിടെ ഏകദേശം ഒരു 20,000 ഇന്ത്യൻസ് ഉണ്ട് ടോട്ടൽ ഇസ്രായേലില്. അപ്പൊ അങ്ങനെ ഒരു ഭീതിയുള്ളൊരു സിറ്റുവേഷൻ എന്തെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു 150 പേരോളം ഉണ്ടായിരുന്നു സ്ഥലങ്ങൾ കാണാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ജെറുസലേം, ബെത്ലഹേം ഒക്കെ പള്ളികളിൽ വിസിറ്റ് ചെയ്യാനായിട്ട്. അവരെല്ലാം ഇന്നലെ കണ്ട് ഇന്നലെ ഒരു സംഘം തിരിച്ചുപോയി. ഇന്നിപ്പോ ഒരു രാവിലെ 9:30-10 മണിയാകുമ്പോൾ മറ്റൊരു സംഘം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഈ വിശുദ്ധനാട് സന്ദർശിക്കാനായിട്ട്. അതായത് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ഇസ്രായേലിൽ സാധാരണഗതിയിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാ ദിവസവും ഓഫീസൊക്കെ റെഗുലറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ശരിക്കും നോർമലായിട്ട്. നമ്മൾ തന്നെ വിചാരിക്കും ഇപ്പം യുദ്ധമുള്ള ഒരു സ്ഥലത്ത് ഈ ആളുകളൊക്കെ എങ്ങനെയാണ് ധൈര്യമായിട്ട് പുറത്തിറങ്ങുന്നത്. പക്ഷെ ആ ഒരു ഗവൺമെന്റിനോടുള്ള വിശ്വാസവും ഒരു ധൈര്യവും, അവർക്ക് ഒരു അറ്റാക്ക് ഉണ്ടാവില്ലെന്നുള്ളൊരു ധൈര്യമാണ് അവരെ അതിൽ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രീ ജോസ്, അതായത് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു പ്രശ്ന പ്രദേശമാണല്ലോ ഈ മേഖല എന്ന് പറയുന്നത്. സ്ഥിരമായി ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണല്ലോ പശ്ചിമേഷ്യ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മിസൈൽ ആക്രമണങ്ങളൊക്കെ തടയാനായിട്ട് നിങ്ങളൊക്കെ ഏത് തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കുന്നത്? ബങ്കറുകളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സംവിധാനങ്ങൾ എന്ന് പറയുന്നത്? എല്ലാം പഴയ ഫ്ലാറ്റുകൾക്കൊക്കെ അടിയിൽ ഒരു ഏറ്റവും അണ്ടർഗ്രൗണ്ടിൽ ബങ്കറുണ്ട്. അതേപോലെ വീടുകൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബങ്കറുണ്ട്. പുതിയ ഫ്ലാറ്റുകൾക്ക് ഒരു ബെഡ്റൂം, ഇപ്പൊ 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ അതിൽ ഒരു ബെഡ്റൂം
ഈ മെറ്റൽ ഉപയോഗിച്ച് പണിതായിരിക്കും. ആ, ആ. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ആ. അത് നിർബന്ധമാണല്ലേ അങ്ങനെ ചെയ്യണമെന്ന്? അതെ, അത് നിർബന്ധമാണ്. പിന്നെ ഈ നമ്മൾ വിചാരിക്കും ഈ യുദ്ധം നടക്കണമെന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ മൊത്തം അതിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന്. ഒന്നും ഈ ബോർഡർ പ്രദേശങ്ങളിൽ മാത്രമേ ആ ഒരു പ്രശ്നമുള്ളൂ. എന്നും ഇങ്ങനെ ചെറിയ ദിവസങ്ങളിൽ മിസൈൽ അറ്റാക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈ ബോർഡർ ഏരിയയിൽ അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഇസ്രായേൽ ഹോട്ടലിലേക്ക് കഴിഞ്ഞ് വാർ തുടങ്ങിയപ്പോൾ മുതൽ മാറ്റി താമസിപ്പിച്ചേക്കുക. അതുകൊണ്ട് ആ ഏരിയയിലുള്ള ആളുകൾക്കും അങ്ങനെ ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ള ഒരു സിറ്റീസിലും ഇതില്ല. ഇപ്പൊ ജെറുസലേം, ബെത്ലഹേം അല്ലെങ്കിൽ ടെലവീവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സാധാരണ പോലെ ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, യാതൊരു പ്രോബ്ലം ഇല്ല. ജോസ്, ഇങ്ങനെ ഈ മിസൈൽ ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ മിസൈൽ വർഷം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ആദ്യം ഒരു ആശങ്ക മനസ്സിൽ തോന്നിയിരുന്നോ? ഈ സൗണ്ട് കേട്ടപ്പോ ഒരു അത് കഴിഞ്ഞ് പിന്നെ നോർമലായി, പെട്ടെന്ന് നോർമലായി. ആ മിനിറ്റിൽ തന്നെ നിങ്ങൾ ഈ ബങ്കറുകളിലേക്ക് മാറിയോ ആ സമയത്ത് തന്നെ? ഗവൺമെന്റ് ആ ഒരു എപ്പോഴും കേട്ട് വരും. പക്ഷെ ഈ സമയത്താണ് ഇസ്രായേലിലുള്ള എല്ലാ മൊബൈലിലും ഒരുമിച്ച് ഒരു അലേർട്ട് വന്നത്. അപ്പൊ തന്നെ ആളുകൾ ബംഗറിൽ പോകും, തിരിച്ചു വരാൻ അവര് തന്നെ മെസ്സേജ് അയച്ചു. അപ്പൊ തിരിച്ച് പുറത്തിറങ്ങുകയും ചെയ്യും. വീട്ടിലൊക്കെ വിളിച്ചിരുന്നല്ലോ അല്ലേ? വിളിച്ചിരുന്നു എല്ലാവരും സേഫ്. ഇവിടെ ആണെങ്കിൽ ആരും ശരിക്കും ഞാൻ കേട്ടില്ല, ഒരിക്കൽ കൂടി പറയാമോ? കേട്ടില്ല. എല്ലാവരും സേഫായിട്ടായിരിക്കുന്നത്. നമ്മള് ഇസ്രായേലിന്റെ പല ഭാഗത്തുള്ള മലയാളികളായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് എല്ലാവരുമായിട്ട് അറിയാവുന്ന മലയാളികളൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നോ? സംസാരിക്കുന്നുണ്ട്, റെഗുലറായിട്ട് കോൺടാക്ട് ഉണ്ട്. ഓക്കെ, താങ്ക് യു ജോസ് സംസാരിച്ചതിന് രാവിലെ. ഇസ്രായേലിൽ നിന്ന്, ടെലവീവിൽ നിന്ന് ശ്രീ ജോസ് ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത്